ആരുഷേ, നല്ലൊന്ന് പാനിക്കാം. നിങ്ങളൊന്ന് തിരക്കൂട്ടാണ്ടിക്ക് കാതിർക്ക. എടി സരളെ, ചക്കരെ, പോത്തിനെ പോലെ കിടന്നുറങ്ങാണ്ട് ചെറുപ്പതൊക്കെ അയച്ചു ഒന്ന് എണീറ്റിടി. എന്റെ പൊന്നും കൂടെ അല്ല മാറി. എന്റെ മുണ്ടിന്ന് വിടറ. എന്തേ അൻവർ കിനാവ് കണ്ട മൊയ്തുണ്ണേ? അൻവറല്ല, പിന്നാരാ? നീയാ? നിങ്ങളെ ബാറുവല സരള ഇറക്കേണ്ടതാപ്പ. പക്ഷെ പണ്ടാരും സരളയാന്ന് കരുതിയിട്ട് എന്റെ അടുത്താ കസർത്ത്. ഓ, എന്റെ ചരിത്രം ഞാൻ കവർന്നെങ്കിൽ. ചരിത്രമല്ലടേ, ചാരിത്രം. അത് തന്നെയാ ഞാനൊന്ന് കുറുക്കി പറഞ്ഞല്ലേ ചായ. ആ AC ഒന്ന് ഓഫ് ചെയ്യടോ. ഓ, തീ കത്തും പോലുള്ള ചൂടുണ്ട്. പനിയാ, അതാ പിച്ചും പേയും പറയണത്. പനി തുടങ്ങിയിട്ട് ഒത്തിരി ദിവസമായില്ലയോ? 2-3 ആഴ്ച ആയില്ലേ വിടാണ്ടുള്ള ഈ പനി. ഇന്നലെ അല്ലയോ ബ്ലഡൊക്കെ ചെക്കപ്പ് ചെയ്ത്? അത് റിസൾട്ട് കിട്ടിയിട്ടില്ല. പനി പല സൂക്കേടിന്റെ ലക്ഷണ. നീ ഒന്നും മിണ്ടായിരിക്കും മൊയ്തുണ്ണി. വേണ്ടാത്ത ദുശീലങ്ങളൊക്കെ ഉള്ളതാ എന്റെ റബ്ബേ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? ഇപ്പോഴോ? നേരൊന്ന് വെളുത്തിട്ട് പോരെ? വേണ്ട എന്തിനേട്ടാ, ഈ പനി അധികം അങ്ങ് വെച്ചോണ്ടിരിക്കണ്ട. അൻവറേ, നീ ആ ബാബു ഡോക്ടർ ഒന്ന് വിളിക്കും. ശരിക്കാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്ക? 3 ആഴ്ച ആയിട്ടും വിട്ടുമാറാത്ത പനി ഒരു പ്രശ്നം തന്നെ അല്ലടോ ചന്ദ്ര. 5 മിനിറ്റ് സൂത്തിന് വേണ്ടിട്ട് ഉളുപ്പില്ലാണ്ട് നിരങ്ങിയതല്ലോ ഓൻ. നാവെടുത്ത് വളയ്ക്കാതെ മൊയ്തുണ്ണി. കർത്താവേ, അപ്പൊ എങ്ങനെ പോവാ? അൻവറേ, ഈ രമേശനൊന്ന് വിളിക്ക്. ഓന്റെ അടുത്ത് കമ്പനി വണ്ടിയുണ്ട്, ഓൻ വരും. എന്താ കാതർക്ക? ഒന്നുമില്ല, സുലൈമാന് പനിയും പറയാനും ആസ്പത്രിയിൽ കൊണ്ടുപോവാ. എല്ലാരും കൂടി ഇത് എങ്ങട്ടാ? എന്താ മംഗലത്തിന് പോവാ? ചന്ദ്രനും വർഗീസിന്റെ കൂടെ വരി. നിങ്ങളൊക്കെ ഇവിടെ നിക്കി. രമേശ് ഇപ്പൊ വരും, വേഗം ഇറങ്ങാം. ആ, പൈസ വേണോ കാതർക്ക? ഇപ്പൊ വേണ്ട മൈതുണ്ണി. ആ സമയത്ത് ബുദ്ധിമുട്ടായോ രമേശ? എന്ത് ബുദ്ധിമുട്ട് കാതർക്ക, നിങ്ങൾ കേറ്. സൂക്ഷിച്ചു. ഓനെന്തെങ്കിലും പറ്റിപ്പോയാല് ഓക്കും മക്കൾക്കും ഇനി ആരാന്ന് നോക്കുമ്പോളാ. മൊയ്തുണ്ണിക്ക, നിങ്ങൾ വേണ്ടാത്തൊന്നും പറയാതെ. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വരേണ്ടത് വഴി തങ്ങൂല മോനെ. പോയിട്ട് നേരം കുറെ ആയല്ലോ, ഒരു വിവരമില്ലല്ലോ. ഇതെന്താ ഞങ്ങ ഈ പന്തം കണ്ട പെരിച്ചായനെ പോലെ നോക്കിയിരിക്കുന്നത്? വേഗം ഫോൺ എടുക്കടോ. ഹലോ, എന്താ ചെയ്യാ?
എന്താ? എവിടെയാ? ഞങ്ങൾ വരിക അച്ഛാ. എന്താ പറയാ? സുലൈമാൻ എന്ത് പറ്റി? സുലൈമാനിക്ക് റാഷിദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കല്ലുമക്കായിട്ട് പോയാ ഇഷ്ടപ്പെട്ടു നിർത്തുന്നോ? അണ്ണാ കണ്ണാന്ന് വിളിക്കരുന്ന് പലവട്ടം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു. രണ്ടും കൂടെ തുടങ്ങി. അസീസേ, നിന്റെ ശരീരം നന്നായിട്ടുണ്ട്. വേറെന്തൊക്കെയാ നാട്ടിലെ വിശേഷങ്ങള്? വീട്ടിലെല്ലാവർക്കും ആ ഒരുവിധ സുഖം തന്നെ. സൈനകത്ത് ഒരു കത്ത് തന്നിട്ടുണ്ട്. സജന എന്റെ അടുത്ത് മിണ്ടിയില്ല. ഉപ്പ ചെല്ലാതെന്റെ ദേഷ്യ. പിന്നെ എന്താ? സാലിന്റെ അഡ്മിഷന്റെ പൈസ അയച്ചു കൊടുക്കാൻ സൈനാത്ത പറഞ്ഞു. നീ അറിഞ്ഞില്ലയോ നമ്മുടെ സുലൈമാന്റെ കാര്യം? എന്താ? അവൻ ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞടേ. പനി അങ്ങ് കയറി ടൈഫോയിഡ് ആയില്ലയോ? ഒരാഴ്ച റാഷിദ് ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. ഓനിപ്പം പോയ ഡിങ്കോഗ്രാഫിയൊക്കെ നിർത്തി. എത്ര ഡീസന്റ് ആയിപ്പോ. നിനക്ക് കൽമൊക്കെ കുറച്ചുകൂടെ കൊണ്ടുവരായിരുന്നില്ലേ? 150 എണ്ണം കൊണ്ടുവന്നു. അത് തന്നെ ഉണ്ടാക്കണ കഷ്ടപ്പാട് കണ്ടപ്പോ എനിക്ക് തന്നെ സങ്കടമായി. 150 എണ്ണോ? എന്നിട്ട് അതൊക്കെ എവിടെ പോയി? അതൊക്കെ അച്ഛൻ അടിച്ചു കയറ്റി കാണുമല്ലേ? മൊയ്തുണ്ണി വേണ്ടേ? വേണ്ട. ആരുടെ കാതർക്ക കത്ത്? ഇത് നമ്മളെ പഴയ ഒരു ചങ്ങായിന്റെ, എന്റെ കളിക്കൂട്ടുകാരൻ മാധവ മാഷിന്റെ മോൻ ഇവിടെ സോനാപൂർ ഏതോ ഒരു ലേബർ ക്യാമ്പിലുണ്ട്. നിനക്ക് അവിടൊക്കെ നല്ല പരിചയം കാണും. നമ്മക്കൊന്ന് പോയി നോക്കണം. അഡ്രസ് ഈ കത്തിലുണ്ട്. മയ്യത്തായ പഹനിത ഹയാത്തോടെ വന്നിക്ക്. ഇതെടുത്ത് കഴിക്കൂ സുലൈമാൻ. ഞാനൊന്ന് കുടിച്ചിട്ട് വരാം. സൈനാത്ത ഒരു കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞു. കുട്ടികൾക്കൊക്കെ ഇക്കയെ കാണാൻ വല്ലാത്ത ആശയുണ്ട്. സാജിദാക്ക് വല്ലാത്ത സങ്കടം. സാജിദാന്റെ കുട്ടിയെ കാണാത്തതിന്റെയാ. അതും പറഞ്ഞ് ഓള് കൊറേ കരഞ്ഞു. ഓളുണ്ടായിരുന്നു അവിടെ? ആ, എന്റെ മോള്. ഓക്ക് 3 വയസ്സുള്ളപ്പോഴാ ഓളെ ഞാൻ ആദ്യമായിട്ട് കാണണം. എന്റെ കുട്ടികളെല്ലാരും 2ഉം 3ഉം വയസ്സുള്ളപ്പോഴാ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നെപ്പോലുള്ള പഴയ ഗൾഫുകാർക്ക് അതിനൊന്നും ഭാഗ്യല്ല. ആദ്യം കാണുമ്പോ കുട്ടികൾ ഉമ്മാന്റെ പിറകിൽ പേടിച്ചൊളിക്കും. പിന്നെ ഒളിഞ്ഞു നോക്കും. മെല്ലെ മെല്ലെ നമ്മളടുത്ത് വരുമ്പോഴേക്കും അവധിയായിട്ടുണ്ടാവും. 2-3 ദിവസം മുമ്പേ കുട്ടികളോട് ദേഷ്യം കൂടി അകറ്റി നിർത്തും. ഇല്ലെങ്കിൽ പോരാൻ പറ്റൂലേ. ഇക്കണ്ട കാലം കൊതി തീരെ മക്കളൊന്നും കണ്ടിട്ടില്ല.
ഒന്നും ഓമനിച്ചിട്ടില്ല. ഇതാ മിക്ക ഗൾഫുകാരന്റെ അവസ്ഥ. ഇന്നാണെങ്കി ഫോണിലൂടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാലോ. ഒന്നോ എന്തിനാ കാതർക്ക ഇങ്ങനെ സങ്കടപ്പെടണേ? ശരിയാ, സങ്കടപ്പെടാൻ തുടങ്ങിയ പെട്രോളിന് തീ പിടിക്കണ പോലെ അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. 40-40 കൊല്ലത്തെ ഗൾഫ് ജീവിതം ആകെ കൂടി ഒന്ന് ആലോചിക്കുമ്പോ കാതർക്ക വിഷമിക്കാണ്ടിരി. നമ്മള് ഗൾഫുകാരുടെ അവസ്ഥ ഓർത്ത വല്ലാത്തൊരു നീറ്റലാണ് നെഞ്ചിൽ. ഇവിടെ കിടന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി ജീവിച്ച് ഒടുക്കം നമ്മുടെ ശരീരം നമുക്ക് തന്നെ ഭാരാവണ ഒരു കാലം വരും. ഒരു നിമിഷം മുമ്പെങ്കിലും ജീവിതമൊന്ന് അവസാനിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചു പോകുന്ന കാലം അടച്ചുണ്ടാകട്ടെ. ഇങ്ങനെ ഇവിടെ ഒരു ലോകമുണ്ട് അല്ലേ? കാതർക്ക് ആദ്യമായിട്ടല്ലയോ ലേബർ ക്യാമ്പില്? അതുകൊണ്ടാ. എവിടെ ഓന്റെ റൂം? ദാ കാണുന്നത് തന്നെ. എൻ്റെ മരണത്തിന് മോഹന വാഗ്ദാനങ്ങൾ നൽകിയ എന്നെ വഞ്ചിച്ച ഏജന്റും മാസങ്ങളോളം ജോലി ചെയ്തിട്ടും ശമ്പളമോ വൃത്തിയുള്ള താമസ സൗകര്യമോ നല്ല ഭക്ഷണമോ പോലും തരാത്ത കമ്പനി ഉടമയും പൂർണ്ണ ഉത്തരവാദികളാണ്. എൻ്റെ മരണം മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന ലേബേഴ്സിനും അവരുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായെങ്കിൽ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകരുത്. ചേതനേറ്റ എൻ്റെ ശരീരം അച്ഛനും അമ്മയും സഹോദരിയും കാണരുത് എന്ന് ഉണ്ണികൃഷ്ണൻ. ഉണ്ണി മോനെ, ഉണ്ണി ഉണ്ണി വാതിൽ തുറക്ക് മോനെ, വാതിൽ തുറക്ക്. ഇനി ഓമ്പടെ ഉണ്ടാവൂലേ? ഓഫീസിൽ അന്വേഷിച്ചപ്പോഴല്ലയോ പറഞ്ഞേ ഇവിടെ ഉണ്ടെന്ന്. എടാ ഉണ്ണിയെ, കഥക് തുറക്കണേ. ഉണ്ണിയെ, മോനെ ഉണ്ണി, എന്താ ഇത്? ഈ ജീവിതം എനിക്ക് മടുത്തു. കാതർക്ക, നമ്മുടെ ഈ സമയം വന്നില്ലായിരുന്നേ. കർത്താവേ. മോനെ, ഒരു കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവരാ ഞങ്ങൾ. നാട്ടിലെ ട്രാവൽ ഏജൻസി വഴിയുള്ള ഒരു വിസയിൽ അവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എഗ്രിമെന്റ് പ്രകാരമുള്ള ജോലിയൊന്നല്ല ഇവിടെ. എന്നാലും എല്ലാം സഹിച്ച് ഞാനിവിടെ പിടിച്ചു നിന്നു. അച്ഛനെ അമ്മയെ ഞാൻ എൻ്റെ ദുരിതങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ഒരുപാട് പ്രതീക്ഷയായിട്ടാ ഉള്ള ബാങ്ക് ബാലൻസ് ഒക്കെ കൊടുത്ത് ഒരു വിസ സംഘടിപ്പിച്ചത്. ശ്രീകുട്ടിയുടെ കല്യാണത്തിന് കരുതി വെച്ച കാശ വെറുതെ കളഞ്ഞ്. നീ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലടേ. നീ മരിച്ച നിന്റെ അച്ഛനും അമ്മയ്ക്കാ നഷ്ടം, അല്ലാതെ ഇവന്മാർക്ക് എന്നതാടേ. ആ വർഗീസേ, നാട്ടിലുള്ളവർ കരുതുന്നത് ഗൾഫ് ഒരു സുഖമാണ്. പക്ഷേ കിനാവും കണ്ണീരുമായിട്ട് കഴിയണ ഗൾഫുകാരന്റെ വേദന
ഓർക്കറിയില്ലല്ലോ. പറ്റിപ്പോയതാ, ക്ഷമിക്കുക കാതിർക്ക. ജീവിതം എന്ന് പറയണത് ഒരു യുദ്ധ. എനിക്ക് വേണ്ട കാതിർക്ക. ഇരുന്നോട്ടെ. പരദേശി മരുഭൂവിലലയും ഞാൻ, പരദേശി മരുപ്പച്ച തേടും ഞാൻ, പരദേശി.